ബാബു ആന്റണി. പഠനശേഷം സിനിമാറ്റോഗ്രാഫറായി കുറച്ചുനാൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ചത് സിനിമയിലേക്കുള്ള പ്രവേശനത്തിന് അദ്ദേഹത്തിന് സഹായകരമായി. 1984 ഭരതൻ സംവിധാനം ചെയ്ത ചിലമ്പ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തെത്തുന്നത്. ആദ്യകാലങ്ങളിൽ വില്ലൻ വേഷങ്ങളിലൂടെ പ്രശസ്തനായി. സംഘടന രംഗത്തിലുള്ള പ്രകടനം അദ്ദേഹത്തെ പ്രേക്ഷകരുടെ പ്രിയ താരമാക്കി മാറ്റി. റഹ്മാൻ 80കളിലെ സൂപ്പർ താരം. പത്മരാജൻ സംവിധാനം ചെയ്ത കൂടെവിടെയായിരുന്നു റഹ്മാന്റെ ആദ്യ മലയാള ചിത്രം. ഈ ചിത്രത്തിലെ രവി പുത്തൂരാൻ എന്ന കൗമാരക്കാരൻ്റെ വേഷത്തോടെ മലയാളത്തിൽ റഹ്മാൻ തൻ്റെ സ്ഥാനമുറപ്പിച്ചു. 1983 കൂടെവിടെ പുറത്തിറങ്ങിയത്. ആ വർഷത്തെ ഏറ്റവും മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും രവി പുത്തൂരാനോടെ റഹ്മാൻ നേടി. ലിസി 16-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ലിസി തൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 1982 തിയേറ്ററിലെത്തിയ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലെ ലതയാണ് ലിസിയുടെ ആദ്യ കഥാപാത്രം. പിന്നീട് നിരവധി മലയാളം, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ നായികയായും നായകൻ്റെ അനിയത്തിയായും നായികയുടെ സുഹൃത്തായും ഒക്കെ നിരവധി കഥാപാത്രങ്ങൾ. തിലകൻ PJ ആന്റണിയുടെ ഏക സംവിധാന സംരംഭമായിരുന്ന 1973 റിലീസ് ചെയ്ത പെരിയാർ എന്ന ചിത്രത്തിലാണ് തിലകൻ ആദ്യമായി അഭിനയിച്ചതെങ്കിലും ആദ്യം പുറത്തിറങ്ങിയത് ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമയാണ്. 1 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള റോളായിരുന്നു ആ സിനിമയിൽ അദ്ദേഹത്തിന്. പിന്നീട് 1979 മുതൽ അദ്ദേഹം സിനിമയിൽ സജീവമാകുകയായിരുന്നു. സംയുക്ത വർമ്മ 1999 വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ച അവർ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആ വർഷം നേടുകയുണ്ടായി. അതിനുശേഷം ആകെ 18 ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ മികച്ച നടിക്കുള്ള 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച നടിക്കുള്ള 2 ഫിലിംഫെയർ അവാർഡും നേടിയിട്ടുണ്ട്. മാള അരവിന്ദൻ ചെറുപ്പകാലത്ത് തബലിസ്റ്റായിരുന്ന അരവിന്ദൻ നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തിലേക്ക് എത്തുന്നത്. ആദ്യം നാടകങ്ങളിൽ അണിയറയിൽ തബലിസ്റ്റായിരുന്നു അദ്ദേഹം. 1967 അഭിനയിച്ച തളിരുകളാണ് ആദ്യ സിനിമയെങ്കിലും ആദ്യമായി തിയേറ്ററുകളിലെത്തിയത് 1968 ഡോക്ടർ ബാലകൃഷ്ണന്റെ സിന്ദൂരം എന്ന ചിത്രമാണ്. പിന്നീട് നിരവധി ചിത്രങ്ങളിലെ സ്വതസിദ്ധമായ ഹാസ്യശൈലിയിലൂടെ അഭിനയ രംഗത്ത് മാള അരവിന്ദൻ പ്രശസ്തനായി. ബൈജു സന്തോഷ് കുമാർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1981 11-ാം വയസ്സിൽ 2 മുഖങ്ങൾ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് അഭിനയ ജീവിതത്തിൻ്റെ തുടക്കം. 1982 മുകേഷ് അഭിനയിച്ച ആദ്യ ചിത്രമായ ബലൂണിൽ മുകേഷിൻ്റെ ബാല്യകാലം ഡബ് ചെയ്തു. 1982 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്ന് നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. പാർവതി ജയറാം തിരുവല്ലയിലെ കവിയൂരിലാണ് അശ്വതി P. കുറുപ്പ് എന്ന പാർവതിയുടെ ജനനം. 1986 വിവാഹിതരെ ഇതിലെ എന്ന സിനിമയിലൂടെയാണ് അവർ ആദ്യമായി അഭിനയ രംഗത്തെത്തുന്നത്. 1992 സെപ്റ്റംബർ 7 നടൻ ജയറാമുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം ചലച്ചിത്ര അഭിനയ രംഗത്തു നിന്നും പിൻവാങ്ങി. എന്നാൽ ഇപ്പോഴും നൃത്തരംഗത്ത് അവർ സജീവമാണ്.